ഇതൽപ്പം വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. 1700 പ്രേതങ്ങളെക്കുറിച്ചുള്ള ഭയം എല്ലാ കാലങ്ങളിലും എപ്പോഴുമുണ്ട്. എന്നാൽ 1700കളിൽ ജീവിച്ച കടൽ യാത്രക്കാർക്ക് അല്ലെങ്കിൽ കടൽ കൊള്ളക്കാർക്ക് കറുപ്പായ വളരെ ഘോരമായ ഇരുൾ മൂടുമ്പോൾ വരുന്ന പ്രേതത്തെക്കാട്ടിലും ഭയം മറ്റൊന്നിനോടായിരുന്നു. 1700കളിൽ കപ്പൽ യാത്രക്കാർ ആരായിരുന്നാലും തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണരുത് എന്നാഗ്രഹിക്കുന്ന ആ ഒരു ഭയമാണ് ഫ്ലൈയിങ് ഡച്ച്മാൻ കപ്പൽ. ഓരോരുത്തർക്കും ഓരോ കാര്യത്തിൽ ഭയം കാണും. എന്നാൽ ആ ഒരു കാലത്ത് കപ്പൽ യാത്രക്കാർ എല്ലാവർക്കുമുള്ള ഒരു ഭയം ഫ്ലൈയിങ് ഡച്ച്മാൻ കപ്പലായിരുന്നു. അതെ, ഈ ഒരു പേര് നിങ്ങൾ നേരത്തെ തന്നെ ഡേവി ജോൺസന്റെ കപ്പലായി പൈററ്റ്സ് ഓഫ് കരീബിയനിൽ കണ്ടിട്ടുണ്ടാകും. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഒരു കപ്പലിനും ഒരു കഥയുണ്ട്. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഡച്ച്മാൻ എന്ന കപ്പൽ യാത്രക്കാരുമായി കടലിലൂടെ യാത്ര പോവുകയായിരുന്നു. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു കടൽ ചുഴലിക്കാറ്റുണ്ടായി. കപ്പലിന്റെ ക്യാപ്റ്റൻ എങ്ങനെയെങ്കിലും ഈ ഒരു ചുഴിയിൽ നിന്നും കപ്പലിനെ രക്ഷിക്കാൻ പല ശ്രമങ്ങൾ നടത്തുന്നു. എന്നാൽ കപ്പൽ ആ ഒരു ചുഴിക്കുള്ളിൽ അകപ്പെട്ടു. അവസാനം കണ്ണീരോടെ ആ ഒരു ക്യാപ്റ്റൻ കടലിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തന്നെയും തന്റെ യാത്രക്കാർ എല്ലാവരെയും രക്ഷിക്കാനും ഇതിനായി ജീവിതകാലം മുഴുവനും ഈ കടലിന് അടിമയായിരിക്കാമെന്നും സത്യം ചെയ്യുന്നു. ഈ ഒരു സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ കടൽ ക്യാപ്റ്റനെയും ഡച്ച്മാൻ എന്ന കപ്പലിനെയും രക്ഷപ്പെടുത്തുന്നു. എന്നാൽ ഇവിടെയാണ് ഒരു തെറ്റ് സംഭവിക്കുന്നത്. രക്ഷപ്പെട്ട എല്ലാവരും ഇപ്പോൾ ഈ കടലിന്റെ അടിമകളായി. ഇവരുടെ പ്രധാനപ്പെട്ട ജോലി കടലിൽ മരിക്കണമെന്ന് ആർക്കെല്ലാമാണോ വിധിയുള്ളത് അവരെല്ലാം കൊന്ന് ആത്മാക്കളുടെ ലോകത്തേക്ക് അയക്കണം. ഫ്ലൈയിങ് ഡച്ച്മാൻ കപ്പൽ കടലിന്റെ ഒരു അന്ധകനാണ്. ആരുടെ കണ്ണിലാണോ അത് ആദ്യം കാണുന്നത് അവരെ തേടി മരണം വരുന്നു എന്നർത്ഥം. ഇങ്ങനെയുള്ള വളരെ ഭയങ്കരമായ പ്രേത കപ്പലിന്റെ കഥ 1700കളിലെ യാത്രക്കാർ വിശ്വസിച്ചിരുന്നു. ദൂരത്തിൽ ഏതെങ്കിലും ഒരു വലിയ കപ്പൽ കാണുകയാണെങ്കിൽ അത് ഫ്ലൈയിങ് ഡച്ച്മാൻ കപ്പൽ ആകരുത് എന്ന് അവർ പ്രാർത്ഥിച്ചിരുന്നു. അവരുടെ മനസ്സ് തീർച്ചയായും വിചാരിക്കും. ചരിത്രത്തിൽ കടലിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന അമാനുഷികമായ കഥകളിൽ ഇതും ഒന്നാണ്. നിങ്ങൾക്കും ഇത് നേരത്തെ അറിയാമായിരിക്കും. തംബ്നെയിലിൽ കണ്ടതുപോലെ ഇന്ന് ഈ വീഡിയോയിൽ യഥാർത്ഥത്തിൽ നടന്നതായി പറയപ്പെടുന്ന ചില അമാനുഷിക കഥകളാണ് കാണാൻ പോകുന്നത്. വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റുമായിരിക്കും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ലിസ്റ്റിൽ 3-ാമത്തേത് ദ ബ്രൗൺ ലേഡി. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫോട്ടോയിൽ ഒരു പ്രേതമുണ്ട്. ഇന്റർനെറ്റിൽ ഇപ്പം തന്നെ പോയി വളരെ ധൃതിപ്പെട്ട് ദ റിയൽ ഗോസ്റ്റ് ഫോട്ടോയും തിരിഞ്ഞു നോക്കിയാൽ അത് ഏത് സെർച്ച് എഞ്ചിനായാലും തീർച്ചയായും ഈ ഒരു ഫോട്ടോ നിങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കും. കാരണം ഒരുപാട് പേരുടെ വിശ്വാസം ഈ ഒരു ഫോട്ടോയിൽ യഥാർത്ഥത്തിൽ ഒരു പ്രേതം ഉണ്ട് എന്നാണ്. പറഞ്ഞു വന്നാൽ പ്രേതം എന്നത് ട്രാൻസ്പെറൻ്റായ രൂപമില്ലാത്ത ഒരു പുക പോലുള്ള ഒന്നാണ്. അങ്ങനെ ആയിരിക്കുമെന്ന് 1936 ഈ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷമാണ് എല്ലാവരുടെ മനസ്സിലും പതിഞ്ഞത്. ഇതാണ് പ്രേതം എന്ന് പറയുന്നു. അതിന് പുറകിൽ ഒരു കഥയുമുണ്ട്. ഫോട്ടോയിലുള്ള ഈ ഒരു രൂപത്തിന്റെ പേരാണ് ബ്രൗൺ ലേഡി. ഇംഗ്ലണ്ടിൽ ഏകദേശം 400 വർഷങ്ങൾക്ക് മുൻപ് റേനം ഹാൾ എന്ന ഈ ഒരു കൊട്ടാരത്തിലാണ് ഈ ബ്രൗൺ ലേഡി ജീവിച്ചത്. ഈ ബ്രൗൺ ലേഡിയുടെ യഥാർത്ഥ പേര് ഡൊറാത്തി വാൾഫോർഡ്. ഡൊറാത്തി വിസ്കോൺ ചാർലസ് എന്ന ഒരു രാജകുടുംബത്തിലെ ആളെ വിവാഹം കഴിക്കുന്നു. എന്നാൽ മരിക്കുകയും ചെയ്യുന്നു. ഇവരുടെ മരണത്തിന് പുറകിൽ ഒരു വിചിത്രമായ രഹസ്യം തന്നെ ഉണ്ടെന്ന് പറയുന്നു. വളരെ വിചിത്രമായ രീതിയിൽ യാതൊരു തെളിവുകളും ഇല്ലാതെ മരിക്കുന്നു. എന്നാൽ ഇവർ മരിച്ചതിന് ശേഷമാണ് ഇവരുടെ സാന്നിധ്യം ആ കൊട്ടാരത്തിൽ ദിനം പ്രതി കൂടിയത്. എല്ലാ ദിവസവും രാത്രി ബ്രൗൺ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ഈ കൊട്ടാരത്തിൽ നടക്കുന്നതായി അവിടെയുള്ള ജോലിക്കാർ ശ്രദ്ധിക്കുന്നു. ഇതുകൊണ്ട് ചില കാലങ്ങൾ ആ കൊട്ടാരത്തിനുള്ളിൽ ആരും തന്നെ പോകാതെ ആ കൊട്ടാരത്തെ ഒറ്റപ്പെടുത്തുന്നു. ഇതിനുശേഷം കാലപ്പോക്കിൽ ഈ ബ്രൗൺ ലേഡിയെ എല്ലാവരും മറന്നും പോകുന്നു. ഇവരെ വീണ്ടും ഓർമ്മപ്പെടുത്തിയതാണ് 1936 ഈ റേനം ഹാളിലെടുത്ത ഈ ഒരു ചിത്രം. ഈ ഒരു ചിത്രത്തിലുള്ളത് വെറും ലൈറ്റ് ഷേഡോ ആണോ, അതോ ക്യാമറയിലുണ്ടായ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എററാണോ, അല്ലെങ്കിൽ ഇതാണോ ആത്മാവ്? ആത്മാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ കാണുന്നത്? സത്യം അന്ന് ആ സ്ഥലത്ത് ഫോട്ടോ എടുത്ത ആ ഒരു വ്യക്തിക്ക് മാത്രമേ അറിയൂ. ലിസ്റ്റിൽ 2-ാമത്തേത് ഇംഗ്ലണ്ടിലുള്ള ദ സ്റ്റാൻലി ഹോട്ടൽ.
1903 ഈ സ്റ്റാൻലി ഹോട്ടൽ പിറക്കുന്നത്. 54 വയസ്സുള്ള ഓസ്കർ സ്റ്റാൻലി എന്നയാളാണ് ഈ ബ്രഹ്മാണ്ഡമായ ഹോട്ടൽ പണിത് അവസാനിപ്പിച്ചത്. എന്നാൽ നിർഭാഗ്യവശാൽ ഹോട്ടൽ പണിത് ചില ദിവസത്തിൽ തന്നെ ട്യൂബർക്ലോസിസ് വന്ന് ഇദ്ദേഹം മരിക്കുന്നു. പണിതയാളെ തന്നെ കൊന്നു എന്നുള്ള ഈ ഒരു കാര്യം തന്നെ ഹോട്ടലിനോടുള്ള ആദ്യത്തെ ഭയമുണ്ടാക്കാൻ കാരണമായി. ഈ ഹോട്ടൽ പ്രത്യേകിച്ച് ഈ ഒരു ആത്മാവാണ് ഉള്ളതെന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ ഹോട്ടൽ താമസിക്കാൻ പോയ ഒരുപാട് പേർ ദിവസം തോറും പല രീതിയിലുള്ള അമാനുഷികമായ കാര്യങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഈ ഹോട്ടലിലുള്ള സ്റ്റേജിൽ ആളില്ലാത്ത പല രാത്രികളിൽ സംഗീത പരിപാടി നടക്കുന്നത് പോലുള്ള ശബ്ദം കേൾക്കും. എന്നാൽ അവിടെ യാതൊരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഇല്ലെങ്കിൽ പോലും അവിടെ സംഗീതം മാത്രം കേട്ടുകൊണ്ടിരിക്കും. അവിടെ വന്ന് താമസിച്ച മറ്റൊരു ഗസ്റ്റ് പറഞ്ഞത്, ഒരു ദിവസം ഞാൻ എല്ലാ ജോലിയും അവസാനിപ്പിച്ചിട്ട് കട്ടിൽ വന്ന് കിടന്നു. അന്ന് ആ സമയത്ത് ആ ഒരു മുറിയിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ നല്ല ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് എന്തോ ഒന്ന് എൻ്റെ അടുത്തേക്ക് വന്ന് കിടക്കുന്നത് പോലെ എനിക്ക് തോന്നി. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ ഒന്ന് എൻ്റെ അടുത്തേക്ക് വന്നു, എൻ്റെ കട്ടിലിൽ എന്നോടൊപ്പം ചേർന്നത് പോലെ എനിക്ക് തോന്നി. കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ അവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇങ്ങനെ ഇവിടെ വന്ന് താമസിച്ചവരുടെ അനുഭവങ്ങൾ വെച്ച് തന്നെ സ്റ്റീഫൻ കിങ് എന്ന ഒരു എഴുത്തുകാരൻ ദ ഷൈനിങ് എന്ന ഒരു പുസ്തകം എഴുതി. ഇത് 1970 ഒരു സിനിമയായും ഇറങ്ങി. ഒരു സിനിമ തന്നെ എടുക്കുന്ന രീതിയിൽ പല അമാനുഷികമായ കഥകൾ ഈ ഹോട്ടൽ വന്ന് താമസിച്ചവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് റൂം നമ്പർ 407 നടന്ന സംഭവം. ലോ ഡുൺട്രാവൻ, ഇയാളുടെ മുഴുവൻ പേര് വിൻഡം തോമസ് വിൻഡം ക്യൂൻ ലോ ഡുൺട്രാവൻ. ഇയാൾ ഇംഗ്ലണ്ടിൽ ജീവിച്ച ഏറ്റവും വലിയൊരു സമ്പന്നനായിരുന്നു. ഇയാളുടെ സ്ഥലത്തിന് മുകളിലാണ് ഈ സ്റ്റാൻലി ഹോട്ടൽ പണിതിരിക്കുന്നത്. 1926 ലോ ഡുൺട്രാവൻ മരിച്ചതിന് ശേഷം ഈ റൂം നമ്പർ 407 അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഒരുപാട് പേർ കണ്ടതായി പറയുന്നു. ഈ റൂം കടന്നു പോകുന്ന ആർക്കായിരുന്നാലും അവരുടെ സ്വർണ്ണാഭരണങ്ങൾ കാണാതാകുമെന്ന് പറയുന്നു. അവസാനം അത് റൂം നമ്പർ 407 നിന്നും കിട്ടുകയും ചെയ്യും. ലോ ഡുൺട്രാവന് സ്വർണം എന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇങ്ങനെ ഒരുപാട് അമാനുഷികമായ കഥകൾ നിറഞ്ഞ സ്ഥലമാണ് ദി സ്റ്റാൻലി ഹോട്ടൽ. ലിസ്റ്റിൽ നമ്പർ 1, ദ വിൻചെസ്റ്റർ മിസ്റ്ററി ഹൗസ്. താജ്മഹൽ പണിയാൻ മൊത്തം 22 വർഷമായി. അതിന്റെ മുഴുവൻ ചുറ്റളവ് തന്നെ 42 ഏക്കർ. അത്രയും വലിയ ഭൂമിയിൽ താജ്മഹൽ പണിയാൻ ഷാജഹാന് 22 വർഷമായി. അത് 16-ാം നൂറ്റാണ്ടിൽ. ഇത് ഒരു ഭാഗത്ത് മാറ്റിവെച്ചിട്ട് മറ്റൊരു ഭാഗത്ത് 200 വർഷം കഴിഞ്ഞ് വെറും 1/2 ഏക്കർ ഭൂമിയിൽ ഒരു സ്ത്രീ 37 വർഷമായി ഒരു വീട് പണിതു. അത്രയും വലിയ ബ്രഹ്മാണ്ഡമായി പണിത താജ്മഹൽ പോലും ഷാജഹാന് കെട്ടി അവസാനിപ്പിക്കാൻ 22 വർഷമായുള്ളൂ. എന്നാൽ വെറും 1/2 ഏക്കറുള്ള ഈ സ്ഥലത്ത് ഈ സ്ത്രീ എന്തുകൊണ്ടാണ് ഒരു വീട് മാത്രം 37 വർഷം എടുത്തത് അത് പണിത് അവസാനിപ്പിക്കാൻ? കാരണം ആ ഒരു സ്ത്രീ ആത്മാക്കളുടെ സഹായത്തോടു കൂടിയാണ് ആ വീട് തന്നെ പണിതത്. അതെ, കഥ തുടങ്ങുന്ന കാലം 18-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി. വിൻചെസ്റ്റർ കുടുംബം അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബം. ഈ വിൻചെസ്റ്റർ കുടുംബത്തിന്റെ അവസാനത്തെ അവകാശിയായിരുന്നു വില്യം വേർഡ് വിൻചെസ്റ്റർ. ഇങ്ങനൊരു സമയത്ത് വില്യം സാറ എന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. സാറയ്ക്കും വില്യമിനും ഒരു പെൺകുഞ്ഞ് ജനിച്ചു. എന്നാൽ ചില വർഷങ്ങൾ തന്നെ ആ ഒരു പെൺകുഞ്ഞ് വളരെ വിചിത്രമായ രീതിയിൽ മരിക്കുന്നു. സാറയെ കൊണ്ട് ഇത് അല്പം പോലും സഹിക്കാനായില്ല. ഈ ഒരു സമയത്ത് സാറ ഒരു വലിയ ഡിപ്രഷനിലേക്ക് തന്നെ പോകുന്നു. സാറ ഡിപ്രഷനിൽ തന്നെ തന്റെ ദിവസങ്ങൾ തള്ളി നീക്കാൻ തുടങ്ങിയപ്പോൾ മറ്റൊരു വലിയ വീഴ്ച വീണ്ടും അവർക്ക് സംഭവിച്ചു. അതെ, അവരുടെ ഭർത്താവ് വിൻചെസ്റ്റർ കുടുംബത്തിന്റെ അവസാനത്തെ അവകാശിയായ വില്യം ട്യൂബർക്ലോസിസ് കാരണം മരിക്കുന്നു. സാറയ്ക്ക് ഈ ഒരു ജീവിതം തന്നെ ഇപ്പോൾ വെറുക്കാൻ തുടങ്ങി. ഏകദേശം 10 തലമുറയിൽ കൂടുതൽ സുഖിച്ച് ജീവിക്കാൻ തക്കവണ്ണമുള്ള ഇത്രയും സ്വത്തിന് ഇപ്പോൾ സാറ മാത്രമാണ് ഒരേ ഒരു അവകാശി. എന്നാൽ അതനുഭവിക്കാൻ അവൾക്ക് മറ്റവകാശികളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇതിനുശേഷം ഒറ്റയ്ക്കായിരുന്ന സാറ ഒരു ദിവസം ഏറ്റവും വലിയൊരു സത്യം മനസ്സിലാക്കുന്നു. ഇവർ വിവാഹം കഴിഞ്ഞ് കടന്നു വന്ന വിൻചെസ്റ്റർ കുടുംബം ഒരു വലിയ കൊലപാതക കുടുംബമായിരുന്നു. അവർ കാരണം മരിച്ചവരുടെ ശാപമാണ് തന്റെ ഭർത്താവിനെയും തന്റെ കുഞ്ഞിനെയും നശിപ്പിച്ചത് എന്ന് അവൾ മനസ്സിലാക്കി. ചില ഡോട്ട് മാജിക് വഴി നല്ല ആത്മാക്കളെ പരിചയപ്പെടുകയും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഈ സത്യം അവർ മനസ്സിലാക്കുകയും ചെയ്തു. കൂടാതെ അതേ വീട്ടിലായിരുന്ന സാറയുടെ ജീവനും ആപത്തുണ്ടാകുമെന്ന് ആ നല്ല ആത്മാക്കൾ സാറയോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ ചില അമാനുഷികമായ പല അനുഭവങ്ങളും സാറയ്ക്ക് ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് സാറ അവിടെ നിന്നും മാറി 1885 കാലിഫോർണിയയിൽ വെറും 8 മുറികളുള്ള ഒരു ഫാം ഹൗസ് വാങ്ങുന്നു. എന്നാൽ ഇവിടെയും പഴയ വീട്ടിൽ ശല്യപ്പെടുത്തിയ അതേ ദുഷ്ടശക്തികൾ സാറയെ പിന്തുടർന്നു. അവയിൽ നിന്നും രക്ഷപ്പെടാൻ സാറ വീണ്ടും നല്ല ആത്മാക്കളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആത്മാക്കൾ പറഞ്ഞതനുസരിച്ച് ആ ഫാം ഹൗസ് ഇഞ്ച് ബൈ ഇഞ്ചായി
മോഡിഫിക്കേഷൻ ചെയ്തു. 1885 തുടങ്ങി ഈ ഒരു മോഡിഫിക്കേഷൻ 1922 വരെയും നീളുന്നു. ആ 37 വർഷത്തിൽ ആ വീട് മുഴുവനും 10,000 ജനാലകൾ, 2000 കതകുകൾ, 160 മുറികൾ, ഒറ്റപ്പെട്ട 40 പടികൾ, 17 ചിമ്മികൾ, 17 ബാത്റൂം, 6 കിച്ചൺ, ഇങ്ങനെ ഏറ്റവും വലിയ ഒരു ബംഗ്ലാവായി ആ ഒരു ഫാം ഹൗസ് മാറുന്നു. എന്നാൽ ഇതെല്ലാം ആ വീടിനുള്ളിൽ ഒരേ ഒരാൾ ജീവനോടെ ആയിരിക്കാൻ വേണ്ടി മാത്രം. അത് സാറ വിൻചെസ്റ്റർ ആയിരുന്നു. ചിന്തിച്ചു നോക്കുക, ഒരേ ഒരാൾ ജീവനോടിരിക്കേണ്ടതിന് 1923 വരെയും $5 മില്യൺ ചിലവാക്കി ഇത്രയും വലിയൊരു കാര്യം ചെയ്തു. 1923 ശേഷം ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു കൊട്ടാരത്തിൽ യാതൊരു മോഡിഫിക്കേഷനും നടന്നില്ല. കാരണം സാർ അതിന് 1 വർഷം മുൻപ് തന്നെ 1922 തന്നെ മരിക്കുന്നു. ആത്മാക്കളുടെ സഹായത്തോടു കൂടിയാണ്, അവരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ മുഴുവൻ ബിൽഡിങ്ങും സാറ പണിതത് എന്ന് പറയുന്നു. മരിക്കുന്നതുവരെയും സാറ ആ വീടിനുള്ളിൽ തന്നെയായിരുന്നു. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഏകദേശം 37 വർഷം വീടിനുള്ളിൽ തന്നെ അടഞ്ഞു കിടക്കുകയും അവളുടെ വിശ്വാസമനുസരിച്ച് ആ വീട് മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം അവരുടെ ജീവൻ പോകുന്നതുവരെയും അത് ചെയ്തുകൊണ്ടിരുന്നു. ഈ ഒരു സ്ത്രീ ഒരു ഭ്രാന്തിയാണോ, അതോ സത്യത്തിൽ ആത്മാക്കളുമായി സംസാരിക്കേണ്ട കഴിവ്, ശക്തി ഇവർക്കുണ്ടായിരുന്നു? സത്യം ആ ഒരു വിൻചെസ്റ്റർ ബംഗ്ലാവിനുള്ളിൽ സാറയുമായി തന്നെ നശിച്ചു. ഇന്നും ഈ ഒരു കൊട്ടാരം ഏറ്റവും വലിയൊരു രഹസ്യമായി തന്നെ ഉണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ നമ്മുടെ ചാനലിലുള്ള എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.